മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എം ടി. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ എം ടി ആശുപത്രിയിൽ എത്തിക്കണ്ടു. മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ ഒരു നേർത്ത പ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഡോക്ടർമാർക്കും ഉണ്ട്, മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായും അതിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ മറിഞ്ഞും വരുന്നുണ്ട്. ഇപ്പം ബെറ്റർ സൈനാണ്, ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ സൈനാണ് ഇന്ന് കാണുന്നത്. അതും ഒരു അത്ഭുതം പോലെയാണ് പറഞ്ഞു. ഇന്നലെ കുറച്ച് മോശമായിരുന്നു, ഇന്ന് കുറച്ച് ബെറ്ററായിട്ട്, വളരെ അത്ഭുതകരമായിട്ട് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷിക്കാം. ഒരുപാട് നമുക്ക് വേണ്ടി നമ്മുടെ സ്വാർത്ഥത കൊണ്ട് അദ്ദേഹം ഒരുപാട് വേദന എടുക്കരുത് എന്നും ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു, വീണ്ടും സജീവമായിട്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ജയരാജിന്റെ പ്രതികരണം വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന പ്രതികരണമാണ് അല്ലേ? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ എം ടിയെ ഇന്ന് കണ്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നാണ്. ഇന്നലെ കൈകാലുകൾ അനക്കുകയോ കണ്ണ് തുറക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല, പക്ഷേ ഇന്ന് അതെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ 2 മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തിരിക്കുന്നു. ആ 2 മെഡിക്കൽ ബുള്ളറ്റിനുകളിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മരുന്നുകളോട് എം ടി പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചാൽ അറിയുന്നുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരും വ്യക്തമാക്കുന്നു. അത് വലിയ ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും ഇപ്പോഴും നിരവധി പേർ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നടനും അതുപോലെ എഴുത്തുകാരനുമായിട്ടുള്ള VK ശ്രീരാമൻ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാറും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ജയരാജ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും അപ്പോൾ തന്നെ രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ളവർ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ ഏറെ സ്നേഹിക്കുന്ന സാഹിത്യ മേഖലയിൽ നിന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ, KP രാമനുണ്ണി, ഒപ്പം MN കാരശ്ശേരി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ അദ്ദേഹത്തെ കാണുന്നതിനും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുമൊക്കെ തന്നെ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് എന്തായാലും ആരോഗ്യമേഖലയിൽ കാര്യമായൊരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന കാര്യം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട അസുഖത്തെ തുടർന്ന് എം ടിയെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഹൃദയസ്തംഭനം ഉണ്ടായതാണ് വലിയൊരു ആശങ്കയ്ക്കിടയാക്കിയത്. എന്നാൽ ഇപ്പോൾ കാര്യമായ ഒരു പുരോഗതി ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, ഒരു സംഘം വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. ഒപ്പം മുഴുവൻ മലയാളികളുടെയും പ്രാർത്ഥനയും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ.